എം.ടി. വാസുദേവൻ നായർ തിരക്കഥാകൃത്തായി അരങ്ങേറ്റം കുറിച്ച 1965 പുറത്തിറങ്ങിയ മുറപ്പെണ്ണ് എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്തത് എ. വിൻസെന്റ്. തിരക്കഥ സംഭാഷണം എം.ടി. വാസുദേവൻ നായർ. നിർമ്മാണം ശോഭന പരമേശ്വരൻ നായർ. രൂപവാണി ഫിലിംസിന്റെ ബാനറിൽ. സംഗീതം ബി.എ. ചിദംബരനാഥ്. ഗാനരചന പി. ഭാസ്കരൻ. ഛായാഗ്രഹണം എ. വെങ്കട്ട്. ചിത്രസംയോജനം ജി. വെങ്കിട്ടരാമൻ. പ്രധാന അഭിനേതാക്കളെ നോക്കിയാൽ പ്രേം നസീർ, മധു, കെ. പി. ഉമ്മറിൻ്റെ അരങ്ങേറ്റ ചിത്രമാണിത്. ശാരദ, അടൂർ ഭാസി, പി. ജെ. ആന്റണി തുടങ്ങിയവർ ഈ ചിത്രത്തിൽ വേഷമിട്ടു. എം.ടി. വാസുദേവൻ നായരുടെ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന ചെറുകഥയെ ആസ്പദമാക്കി ഒരുക്കിയ മുറപ്പെണ്ണ് എന്ന സിനിമ കേരളത്തിൻ്റെ പരമ്പരാഗത കൂട്ടുകുടുംബ വ്യവസ്ഥിതിയുടെ തകർച്ചയെ പശ്ചാത്തലമാക്കിയുള്ള ഒരു ചിത്രമാണ്. ഈ സിനിമയുടെ കഥാപശ്ചാത്തലങ്ങൾ നോക്കിയാൽ സ്ഥലം ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു വള്ളുവനാടൻ ഗ്രാമമാണ് സിനിമയുടെ പ്രധാന പശ്ചാത്തലം. ഗ്രാമീണ ജീവിതത്തിൻ്റെ തനിമയും ഭാഷയിലെ വള്ളുവനാടൻ ശൈലിയും ചിത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ജന്മിത്ത വ്യവസ്ഥിതിയുടെ അവസാന കാലത്ത് കുടുംബാംഗങ്ങൾക്കിടയിലെ അധികാര തർക്കങ്ങളും സ്വത്ത് തർക്കങ്ങളും മൂലം തകരുന്ന ഒരു നായർ തറവാടിനെയാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. മുറപ്പെണ്ണ്, മുറച്ചെറുക്കൻ എന്നിവർ തമ്മിലുള്ള വിവാഹമെന്ന ആചാരത്തെയും അതിനിടയിലുണ്ടാകുന്ന പ്രണയ നൈരാശ്യങ്ങളെയും ചിത്രം അന്വേഷിക്കുന്നുണ്ട്. കുഞ്ഞികൃഷ്ണ മേനോൻ, അതായത് പി. ജെ. ആന്റണി എന്ന കർക്കശക്കാരനായ കാരണവർ നയിക്കുന്ന കുടുംബത്തിലെ ബാലൻ, ഭാഗി എന്നിവരുടെ തകർന്ന പ്രണയബന്ധമാണ് കഥയുടെ കാതൽ. തൻ്റെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനും അനിയൻ്റെ വിദ്യാഭ്യാസത്തിനുമായി സ്വന്തം പ്രണയം ത്യാഗം ചെയ്യേണ്ടി വരുന്ന ബാലൻ്റെ ജീവിതമാണ് സിനിമ വരച്ചു കാട്ടുന്നത്. ഇതിനിടയിൽ സംഭവിക്കുന്ന ചതിയും ആത്മഹത്യയും ചേർന്ന വൈകാരികമായ ഒരു മെലോ ഡ്രാമയാണ് മുറപ്പെണ്ണ് എന്ന ഈ ചിത്രം. ഇതിൽ ബാലനായി അഭിനയിച്ചിരിക്കുന്നത് പ്രേം നസീറാണ്. മലയാള സിനിമയിൽ തിരക്കഥാ സാഹിത്യത്തിന് വലിയ പ്രാധാന്യം നേടിക്കൊടുത്ത ഈ ചിത്രം എം.ടിയുടെ തനത് രചനാശൈലിയുടെ മികച്ച ഉദാഹരണമായി കണക്കാക്കാം. സിനിമയുടെ തുടക്കത്തിൽ ബാലൻ പ്രേം നസീറാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. കെ. പി. ഉമ്മറിൻ്റെ കേശു, അനിയനായ മധു എന്നിവർ പഠനത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. ബാലനും തൻ്റെ അമ്മാവൻ്റെ മകളായ ഭാഗിയും തമ്മിൽ പ്രണയത്തിലാണ്. കുടുംബത്തിൻ്റെ നാഥനും കർക്കശക്കാരനുമായ കുഞ്ഞികൃഷ്ണ മേനോൻ തൻ്റെ സ്വത്തു കാക്കാൻ ബാലനെ നിരന്തരം ചൂഷണം ചെയ്യുന്നു. കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനായി ബാലന് തൻ്റെ പ്രണയം ത്യാഗം ചെയ്യേണ്ടി വരുന്നു. ഒരു പകര വിവാഹ വ്യവസ്ഥയുടെ ഭാഗമായി ഭാഗിയെ തൻ്റെ അനിയന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ബാലൻ നിർബന്ധിതനാകുന്നു. അമ്മാവൻ്റെ മകൻ ബാലൻ്റെ സഹോദരിയെ വിവാഹം കഴിക്കാമെന്ന് ഏറ്റിരുന്നെങ്കിലും അവസാന നിമിഷം അതിൽ നിന്ന് പിന്മാറുന്നു. ഇതിനെ തുടർന്ന് ബാലൻ്റെ സഹോദരി ആത്മഹത്യ ചെയ്യുന്നു. ഒടുവിൽ തൻ്റെ പ്രണയവും കുടുംബത്തിൻ്റെ സന്തോഷവും നഷ്ടപ്പെട്ട് നിരാശനായി നിൽക്കുന്ന ബാലൻ്റെ ചിത്രത്തോടെയാണ് സിനിമ അവസാനിക്കുന്നത്. മലയാള സിനിമയിലെ അക്കാലത്തെ പ്രഗത്ഭരായ താരനിര അണിനിരന്ന ഈ ചിത്രത്തിൽ മികച്ച പ്രകടനങ്ങളാണ് അവർ കാഴ്ചവെച്ചത്. നിത്യഹരിത നായകനായി അറിയപ്പെട്ടിരുന്ന പ്രേം നസീറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായി ബാലൻ എന്ന കഥാപാത്രം വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒരു സാധാരണ റൊമാൻറ്റിക് ഹീറോ എന്നതിനപ്പുറം കുടുംബഭാരത്താൽ തളർന്ന ഒരു മനുഷ്യന്റെ നിസ്സഹായത അദ്ദേഹം വൈകാരികമായി അവതരിപ്പിച്ചു. തറവാടിത്വത്തിന്റെ അഹങ്കാരവും കാർക്കശ്യവുമുള്ള കാരണവർ കുഞ്ഞികൃഷ്ണ മേനോനായി പി. ജെ. ആന്റണി അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹത്തിന്റെ വില്ലൻ സ്വഭാവമുള്ള അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നായികയായ ഭാഗിയെ അവതരിപ്പിച്ച ശാരദയുടെ അഭിനയവും ഏറെ പ്രശംസിക്കപ്പെട്ടു. തൻ്റെ പ്രണയം നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ശാരദ വളരെ സ്വാഭാവികമായി തന്നെ അവതരിപ്പിച്ചു. അനിയൻ എന്ന കഥാപാത്രമായി മധുവും കേശു എന്ന കഥാപാത്രമായി കെ. പി. ഉമ്മറും അവരവരുടെ വേഷങ്ങൾ മനോഹരമാക്കി. എം.ടിയുടെ ആദ്യ തിരക്കഥയായ ഈ ചിത്രം മലയാളത്തിലെ ഗോൾഡൻ ക്ലാസിക് സിനിമകളിൽ ഒന്നായി ഇന്നും അറിയപ്പെടുന്നു.